ഇത് എനിക്ക് തോന്നുന്നു ഒരു രോഗമാണെന്ന് തോന്നുന്നു. കാരണം രാജ്യസഭ ഇലക്ഷൻ വരുമ്പം നിഷ മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. വളരെ പ്രധാനപ്പെട്ട അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിരുന്നു. അതിനുവേണ്ടി ഞാനൊക്കെ അതിൻ്റെ പുറകെ, അതായത് ഒരു നിയമക്കുരുക്കിലായിരുന്നു. അത് ഹൈക്കോടതിയിലുണ്ടായിരുന്നു, സുപ്രീം കോടതിയിലുണ്ടായിരുന്നു. അതിന് SLP വളരെയധികം ആളുകൾ പോയി. അപ്പോൾ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ആർഗ്യുമെൻ്റ് അവിടെ വന്നു. NSSന് ലഭിച്ചു, അതേ മാതൃകയിൽ വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മളും ഇതിൻ്റെ പുറകെ സർക്കാരിൻ്റെ പുറകിലും അതോടൊപ്പം തന്നെ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകരുമായി ഇടപെടുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഏതൊക്കെയാലും നമുക്കൊരു തീരുമാനം കിട്ടി. അപ്പോൾ അത് ഒരു 20,000-ഓളം വരുന്ന അധ്യാപകർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായ കാര്യമാണ്, വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അല്ല, അതല്ല. ഇതിനകത്ത് ഞാൻ സൂചിപ്പിച്ച പോലെ നിയമപരമായിട്ട് അതിനകത്തൊരു വളരെ സങ്കീർണമായിട്ടൊരു കാര്യങ്ങളായിരുന്നു. പല രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് ഇത് സബ്ജക്റ്റ് ടു ഈ പറയുന്ന സുപ്രീം കോടതിൻ്റെ വെളിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സബ്ജക്റ്റ് ടു. അതങ്ങനെ അവിടെ നിൽക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് അവിടുന്ന് ഒരു അനുകൂലമായ തീരുമാനം വരും എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് നീണ്ടുപോയി. ഏപ്രിൽ അപ്പുറത്തേക്ക് പോയി, 6 വീക്സിലേക്കൊക്കെ നീണ്ടു പോയി. അവിടെയും ചില കാര്യങ്ങളൊക്കെ ചില രീതിയിൽ അങ്ങോട്ട് നീട്ടി കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ കോടതിയുടെ കാര്യമാണല്ലോ. അപ്പോൾ ഏതൊക്കെയാലും അത് പരിഹരിച്ചേ പറ്റൂ. ഇനിയിപ്പം ചിലപ്പോൾ കോടതി എന്ത് പറയും എന്ന് നമുക്കറിയില്ല. അപ്പോൾ കണ്ടംപ്റ്റ് കോർട്ടാവുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഏതൊക്കെയാലും ഒരു തീരുമാനം അങ്ങനെ എടുത്തു. ഒരു ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അതുകൊണ്ട് തീർച്ചയായും അതൊരു അനുകൂലമായി എടുത്തത് നമ്മുടെ ഒത്തിരി കുടുംബങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി അത് വലിയൊരു ആശ്വാസമായിട്ട് മാറി. എന്തൊക്കെയാലും നമുക്ക് കിട്ടിയല്ലോ, നമുക്കതാണല്ലോ നമുക്ക് വേണ്ടത്. അല്ല, അത് നടപ്പിലാക്കും. ഇനിയിപ്പോൾ കോടതി തിരിച്ചു പറയുക ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടല്ലോ ഉടനെ തന്നെ ഇത് കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി മുന്നോട്ട് പോകും. ഈ ബാറുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ UDFൻ്റെ എക്സൈസ് നയത്തിൽ ഒരു മാറ്റം, എന്താണ് UDFൻ്റെ എക്സൈസ് നയത്തിൽ ഉണ്ടായിരുന്നത്, അതിനകത്തൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പിന്നെയുള്ളത് അതിൻ്റെ ചട്ടങ്ങളിൽ ഒരു ക്രമീകരിച്ചു എന്ന കുറച്ച് വിവേചനങ്ങളുണ്ടായിരുന്നു. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സമയമുണ്ട്, മറ്റ് സ്ഥലത്ത് സമയമില്ല. അത് കൂടുതലായിട്ടുള്ള അതൊന്ന് ക്രമീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അല്ല, അതിപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ക്രമീകരിച്ചു എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. ഇപ്പം ഏതൊക്കെയാലും നമുക്കറിയാം, ഓരോ ഈ പറയുന്ന ഏത് സംസ്ഥാനങ്ങളെടുത്ത് അല്ലെങ്കിൽ രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ വരുമ്പം പൂർണ്ണമായിട്ടുള്ള നിരോധനത്തിലേക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു വിവേചനം ഉണ്ടായിരുന്നത് വളരെ കൃത്യമായി അതിനെ ഒന്ന് ക്രമീകരിച്ചു എന്നുള്ളതാണ് അതിനകത്ത് കാണുന്നത്. മറ്റ് തരത്തിൽ ഇതിനെ എന്താണ് നമുക്കിപ്പം ഓരോരുത്തരും ഓരോ ഹാബിറ്റായിട്ട് പോകുമ്പോൾ അതിനെ ഏത് തരത്തിൽ വേണം, നമ്മൾ പൂർണ്ണമായ നിരോധനത്തോടു കൂടി ഇതൊന്നും കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ ഏത് തരത്തിൽ വേണമെന്നുള്ളത് സമൂഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. സമരത്തിലേക്ക് പോകുന്നു. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, അതൊരു ക്രമീകരണം മാത്രമാണ് നടത്തിയിരിക്കുന്നത്. വിവേചനം ഉണ്ടായിരുന്നു, അതിൻ്റെ ക്രമീകരണമാണ്. അത് UDFുമായിട്ട് മന്ത്രി തന്നെ പറഞ്ഞു, UDFുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ടല്ലോ. അതൊക്കെ കാണും. അല്ല, അത് കൃത്യമായിട്ട് മന്ത്രി തന്നെ പറഞ്ഞു, മീഡിയക്കകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. കൃത്യമായിട്ട് മന്ത്രി തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടാവും. ഞാനിപ്പോൾ ആരെയും ചോദ്യം ചെയ്യുന്നൊന്നുമില്ല. ഇപ്പം മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത്. നാളെ കഴിഞ്ഞ് പാലായിൽ നടക്കുന്ന വികസന സന്ദേശ സദസ്സ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായിരിക്കും. അല്ല, ഇതെല്ലാം തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ പോകും. അത് തിരഞ്ഞെടുപ്പിനെ പ്രയോജനപ്പെടും, അതിനൊന്നും സംശയമൊന്നുമില്ല. എല്ലാ സ്ഥലങ്ങളും നടക്കുന്നുണ്ട്, തിരഞ്ഞെടുപ്പിനെ പ്രയോജനപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ എത്രയോ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പണ്ട് വികസന പാലം അല്ലെങ്കിൽ കുടിവെള്ളം, ഇത് പിന്നെ ഇങ്ങനെ ഒത്തിരിയാണ്. പക്ഷേ വ്യക്തിപരമായ ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും ഏത് തരത്തിലാണ് സർക്കാർ അവരെ ചേർത്ത് പിടിച്ചെന്നുള്ളതാണ്. വളരെയധികം കാര്യങ്ങളുണ്ട്. ക്ഷേമ പെൻഷൻ്റെ കാര്യങ്ങളുണ്ട്, ലൈഫ് മിഷൻ്റെ കാര്യങ്ങളുണ്ട്, സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ കാര്യങ്ങളുണ്ട്, ചികിത്സാ സഹായത്തിൻ്റെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഇപ്പോൾ കണക്ട് ടു വർക്ക് യൂത്തിൻ്റെ 1000 രൂപ വെച്ചിട്ടുള്ള സ്റ്റൈഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം, എത്രയോ കാര്യങ്ങളുണ്ട്. അപ്പം
ഈ വികസന കാര്യത്തിൽ ഈ ചരിത്രത്തിൽ ഇത്രയും വികസന പദ്ധതികൾ നടത്തിയ ഒരു കാലഘട്ടം, ഞാനിപ്പം LDFൻ്റെ ഒരു ഭാഗമാണ് നിന്ന് പറയുന്ന ഞാനിപ്പോൾ ഒന്ന് മാറി നിന്നൊന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് ചിന്തിച്ചാൽ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ പുറകോട്ട് നോക്കിയാൽ നമ്മൾ ഒത്തിരി വികസനം UDFൻ്റെ കാലത്ത് ചെയ്തിട്ടുണ്ട്, മറ്റു കാലത്ത് ഇതിന് മുമ്പുള്ള LDFൻ്റെ കാലത്ത്. പക്ഷേ ഏറ്റവും കൂടുതൽ വികസന പദ്ധതി ക്രിയാത്മകമായി അത് ഏറ്റവും പ്രയോജനകരമായി ചെയ്തിട്ടുള്ളത് ഞാൻ കരുതുന്നത് ഈ കഴിഞ്ഞ 5 വർഷക്കാലമാണ്. അതിന് അത്രയും എഫക്റ്റായിട്ട് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും ഇപ്പോൾ നമ്മൾ നടത്തിയ വികസന മുന്നേറ്റ യാത്ര, എല്ലാ പ്രദേശങ്ങളും അവിടെ എല്ലാ മേഖലയിലുള്ള പ്രമുഖരായിട്ടുള്ള താഴെത്തട്ടിലുള്ള എല്ലാ പ്രമുഖരായിട്ടുള്ള ചർച്ച ചെയ്യുക, എന്താണ് നമുക്ക് വേണ്ടത് അടുത്ത 5 വർഷം, 2 വർഷത്തേക്ക്, ലോങ് ടേം, ഷോർട്ട് ടേം. അതുകൂടാതെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നയത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ, ഏതെങ്കിലും പദ്ധതി അത് ജനങ്ങൾക്ക് പ്രയോജനമല്ലാത്തതുണ്ട്, ഇതെല്ലാം ചർച്ച ചെയ്ത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനും സമയബന്ധിതം നടപ്പിലാക്കാനും കഴിയുന്നതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു രോഗമാണെന്ന് തോന്നുന്നു. കാരണം ഇത്രയും കാലവും രാജ്യസഭ ഇലക്ഷൻ വരുമ്പം നിഷ മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിയമസഭ വന്നപ്പോൾ നിയമസഭ മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ മുനിസിപ്പാലിറ്റിയിലാണ്ട് മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ നിശ്ചയിച്ച് മടുത്തു. ഇനി നിഷേധിക്കാൻ എനിക്ക് ആരോഗ്യമില്ല. ഇനി നിങ്ങൾ വല്ലതും മാറ്റി എന്തെങ്കിലും പിടിക്കുക, അതായിരിക്കും നല്ലത്. അല്ല, നിങ്ങൾക്ക് ഇത് കണ്ടില്ല, അതാണ് ഞാൻ പറഞ്ഞു ഇത് അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനകത്തൊരു ഭാഗം ഉണ്ടാവും. ഒരു നരേറ്റീവ്, അടുത്ത നരേറ്റീവ് കൊണ്ടുവരാൻ നോക്കുന്നത്. ആര് വ്യാഖ്യാനിച്ചു? മീഡിയ. അതാണ് മീഡിയ വ്യാഖ്യാനിക്കുന്നു, സോഷ്യൽ മീഡിയ വ്യാഖ്യാനിക്കുന്നു. അത് അവരുടെ രീതിയിൽ ആ മീഡിയ നരേറ്റീവ് കൊണ്ടുപോകാനായിട്ട് നോക്കുന്നു. ഏറ്റവും കൂടുതൽ നരേറ്റീവ് വരുന്നത് എവിടെയാണ്? പാലായിലാണ്. അതുകൊണ്ട് മീഡിയയ്ക്ക് ഏറ്റവും കൂടുതൽ ന്യൂസ് കിട്ടുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട് താനും.